മഹാത്മാഗാന്ധി ആ അർത്ഥത്തിൽ ജിഹാദിയല്ലേ? ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരം നടത്തിയ സേനാനികളെല്ലാം ജിഹാദികളായിരുന്നു. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മമ്മൂട്ടി, മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെ അവരൊക്കെ ഇതിനകത്ത് ഇടപെടുന്നത് നന്നായിരിക്കും. അവർ പോലും ഒരു ഗ്രൂപ്പ് തിരിഞ്ഞ ആക്രമണം, ഒരു വിഭാഗീയ ചിന്തയും വരികയും ചെയ്തു. 10 വർഷത്തെ ഒരു ദുർഭരണം എന്ന് ഞാൻ പറയുന്നില്ല, ആർഭാടമായ ഭരണം. നമസ്കാരം. എപ്പോഴും തനിക്ക് പറയാനുള്ള അഭിപ്രായം ആരെയും കൂസാതെ മുന്നും പിന്നും നോക്കാതെ വെട്ടിത്തുറന്നു പറയുന്ന ഒരാളാണ് ശ്രീ കൊല്ലം തുളസി. ചലച്ചിത്ര നടൻ, എഴുത്തുകാരൻ, അങ്ങനെ നിരവധി വിശേഷണങ്ങളുണ്ട് ശ്രീ കൊല്ലം തുളസിക്ക്. ഇപ്പോൾ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ കത്തി നിൽക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രതികരിക്കേണ്ട പലരും പക്ഷം ചേർന്ന് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ നിശബ്ദരായിരിക്കുകയോ ചെയ്യുകയാണ്. ശ്രീ തുളസി സാർ അങ്ങനെ അല്ല എന്ന് എനിക്കുറപ്പുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. നമ്മൾ കണ്ടിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. കണ്ടിട്ടല്ലേ, വിളിക്കാറുണ്ട്, പക്ഷേ നമ്മൾ ഇൻ്റർവ്യൂ എടുത്തിട്ട്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. അമ്മയുടെ വിഷയം താങ്കൾക്കറിയാവുന്ന ഒരാളാണ്. അമ്മയുടെ ആദ്യ സമയം മുതൽ താങ്കളുണ്ട്. ആലോചനാ യോഗം മുതലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും തുടങ്ങാം സാറേ. ആലോചനാ യോഗം എങ്ങനെയായിരുന്നു? തുടക്കം തന്നെ പങ്കജ് ഹോട്ടലിൽ വെച്ചായിരുന്നു. മുരളിയും തിലകനും മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ നല്ല ടീമായിരുന്നു. ഞാനും അതിനകത്ത് ഭാഗ്യേന്ദ്രേണ വന്നുപെട്ട ഒരാളാണ്. അപ്പം അന്നുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. പക്ഷേ അതിനകത്ത് ഔദ്യോഗിക ഭാരവാഹിയൊന്നും ആയിട്ടില്ല. തുടക്കം പോലെ ഇത് വലിയ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തൊരു സംഘടനയാണ്. ഇന്നത് വളർന്ന് വലിയ പന്തലിച്ച് ഇന്ന് ലോക സിനിമയ്ക്ക് പോലും മാതൃകയാക്കത്ത രീതിയിലുള്ള വലിയ സംഘടനയായിട്ട് വളർന്നിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷേ ഇപ്പോഴ് ചെറിയൊരു സംഭവങ്ങളൊക്കെ ചെറുതായി അതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയുമോ ഇന്നത്തെ സംഭവത്തിൽ? ഇല്ല, എന്നെ സംബന്ധിച്ചോളം ഞാനത് ചെറുതായിട്ട് തന്നെ നിസ്സാരവൽക്കരിക്കുക. കാര്യം ഇത് നിസ്സാര കാര്യമാണ്. നിസ്സാര കാര്യം അതങ്ങ് വലുതായോ അല്ലെങ്കിൽ വലുതാക്കുകയോ ചെയ്തതാണ്. അതാണ് എനിക്ക് എന്നെ അത്ഭുതപ്പെടുന്നത്. നമ്മളൊരു പുതിയ ഭരണസമിതിയെ നല്ല മാൻഡേറ്റ് കൊടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു. അത് കൂടുതലും വനിതകളാണ്. വനിതകൾക്ക് എപ്പോഴും പ്രാതിനിധ്യം കൊടുക്കുകയും മുൻഗണന കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നു. നമ്മളതിനുവേണ്ടി വാദിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എല്ലാം അവരുടെ കയ്യിൽ വന്നപ്പോഴുണ്ടായ ഒരു സ്വാഭാവികമായ ഒരു പരിണാമം അമ്മയിൽ സംഭവിച്ചു. അതിനെ അംഗീകരിക്കാൻ പുരുഷ മേധാവിത്വം എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഒരു വിഭാഗത്തിന് പറ്റിയില്ല. ഇവിടെയാണ് പ്രശ്നം ഉണ്ടായത്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാനും എൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു, സ്ത്രീകൾ പുരുഷന്മാരെ ഭരിക്കേണ്ട, അവരൊപ്പം താന്നു നിന്നാൽ മതി എന്ന് പറഞ്ഞ ഒരാളാണ് ഞാനത് പറയാൻ കാര്യം നമ്മുടെ അനുഭവങ്ങളാണ്, ചുറ്റുമുള്ള അനുഭവങ്ങൾ. ഞാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജോലി ചെയ്ത ഒരാളാണ്. അവിടെ സ്ത്രീകൾക്ക് റിസർവേഷൻ കിട്ടി വന്നപ്പോഴത്തേക്ക് ഭരണത്തിന് ആകെപ്പാടെ ഒരു താളത്തെറ്റ് വന്നു. ഈ തദ്ദേശ സ്വയംഭരണങ്ങൾക്ക് അവർ 30% പിന്നെ 50% ആയപ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങളുണ്ട്. കാര്യം അവരൊന്നും സ്റ്റഡീഡല്ല. അത് മാത്രമല്ല, ഈ സ്ത്രീകളുടെ ഉള്ളിലൊരു ഈഗോ ഉറങ്ങിക്കിടപ്പുണ്ട്. ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അവരത് പ്രകടിപ്പിക്കാൻ പ്രകടമായി തയ്യാറാകും. അത് ഒരു പരിധിവരെ ശരിയല്ലേ? അല്ല, അവസരങ്ങൾ കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് അവർ പഠിക്കണം. ഇപ്പോൾ ഒരു മുനിസിപ്പൽ സർവീസിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ വരുന്നുണ്ട്, എന്താണ് മുനിസിപ്പാലിറ്റി, അവരുടെ ധർമ്മം എന്താണ് എന്ന് ബേസിക്കായിട്ട് അത് പഠിക്കണം. അത് പഠിക്കാതെ വന്ന് വീട്ടിലെ ഭർത്താക്കന്മാരുടെയോ അല്ലെങ്കിൽ സഹോദരന്മാരുടെയോ ഒക്കെ അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരുടെയൊക്കെ അഭിപ്രായത്തിനനുസരിച്ച് നീങ്ങുമ്പോഴാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. അതിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അമ്മയിനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയിൽ നമ്മൾ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും. എല്ലാവരും കഴിവുള്ള കുട്ടികളാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രായത്തിൽ എൻ്റെ മക്കളെ പ്രായമുള്ളവരൊക്കെ, ശ്വേതാമേനോനായാലും കുക്കു പരമേശ്വരനായും ബഹുഭൂരിപക്ഷം ആൾക്കാരും അവരെ നമ്മൾ മാൻഡേറ്റ് കൂടെ ജയിപ്പിച്ചല്ലേ. അവർക്ക് ഭരണ പരിചയക്കുറവുണ്ട്, പാകതക്കുറവുണ്ട്, സാംസ്കാരികമായി കുറവാണെന്ന് ഞാൻ പറയുന്നത്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാവരും ആൾക്കാരാണ്. പക്ഷെ അവരിൽ ചില അപാകതകൾ പറ്റി. എവിടെയാണ് ഈ പാളിച്ചകൾ ഉണ്ടായത്? പാളിച്ച ഞാൻ മനസ്സിലാക്കിയത് ഇവർ തമ്മിലുള്ള ഈഗോയാണ്. പണ്ടൊരു ചൊല്ലുണ്ട്, സ്ത്രീകൾ തമ്മിലുള്ള ഈഗോയാണ്. പണ്ടൊരു ചൊല്ലുണ്ട്, അത് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല, 2 തലകൾ ചേർന്നാലും ബാക്കി ഭൂരിപക്ഷത്തോണ്ടാകും. അപ്പോൾ അത് വളരെ സത്യമായ ഒരു കാര്യമാണ്. കാര്യം ഈ സ്ത്രീകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ ഉള്ള സഹിഷ്ണുതയില്ല. പുരുഷന്മാർക്ക് അതുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ സൂപ്പർ നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഇവരൊരിക്കലും പരസ്പരം ഒരു പ്രൊഫഷണൽ റൈവലറി ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതുവരെ പരസ്യമായി വളരെ സൗഹൃദത്തോടു കൂടിയാണ് അവർ പെരുമാറുന്നത്. പക്ഷേ ഈ ഒരു പടം വിജയിക്കണമെന്ന് അവർ ആഗ്രഹിക്കും. അവരുടെ ഫാൻസാണ് അതും കുഴപ്പമാക്കുന്നത്, ഇവരല്ല. അതിൻ്റെ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്.
നേരെ മറിച്ച് നടികൾ അങ്ങനെയല്ല. നടി ഏത് ഭാഷയെടുത്താലും നടികൾ തമ്മിലൊരു ഈഗോ ഉണ്ട്, അത് ഇച്ചിരി കൂടുതലാണ്. സാറ് നേരത്തെ പറഞ്ഞ പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്നതാണ് അതെ ഉണ്ട്, അത് സത്യമാണ്. അപ്പോൾ ഇവിടെയും സംഭവിച്ചത്, ഇവിടെ നമ്മൾ നല്ല സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരുന്ന സംഘടനയാണ്. ഇതുകൊണ്ട് ഒരുപാട് പേർക്ക്, അതായത് പബ്ലിക്കിനുൾപ്പെടെ, പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഒരുപാട് ചാരിറ്റബിൾസ് ചെയ്തിട്ടുണ്ട്. അംഗങ്ങൾക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അംഗങ്ങൾക്ക് മരുന്നുൾപ്പെടെ, ഇൻഷുറൻസ് ഉൾപ്പെടെ, പെൻഷൻ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഞാനും എൻ്റെ ഒരു ഗുണഭോക്താവാണ്. പക്ഷെ എങ്ങനെയോ അതിനെ തകർക്കാനുള്ള ലക്ഷ്യമല്ല, ഈഗോ വന്ന് അവർ തമ്മിൽ ഞാനാണ് വലുത്, ഞാനാണ് ചെറുത്, ആരാണ് വലുത് ആരാണ് ചെറുതെന്നുള്ള ഒരു വിഷയം വന്നു. ഇപ്പം ഈ കഴിഞ്ഞ ശ്വേതാമേനോൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി, പണ്ട് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇരിക്കുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അവർ പ്രോഗ്രാം നടത്തി, അവർ പെൻഷന് കുറവ് വരുത്തിയിട്ടില്ല, കൈനീട്ടത്തിന് കുറവ് വരുത്തിയിട്ടില്ല, പിന്നെ അവർ മെഡിക്കൽ എയ്ഡ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. വളരെ ഗംഭീരമായ രീതിയിൽ കുടുംബ മീറ്റിങ്ങുകളെല്ലാം സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർ ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറയും. പണം സ്വരൂപിച്ചിട്ടുണ്ട്, അവർ കൈമാറുമ്പോഴുള്ള പണം അതുപോലുണ്ട്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, മുൻപിരുന്ന ഭരണസമിതി കണക്ക് കൊടുത്തിട്ടില്ല. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ആ കണക്ക് കൊടുക്കാതെ പുതിയൊരു കണക്ക് അവതരിപ്പിക്കാൻ അവർക്ക് പറ്റത്തില്ല. അത് കൊടുക്കുമ്പോൾ വേറെ ചില അപാകതകളുണ്ടെന്നാണ് ആരോപണം ഉണ്ടായിട്ടുള്ളത്. അല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു നീതിയുക്തമായി നോക്കുമ്പോൾ ആ കണക്ക് കൈകാര്യം ചെയ്യുന്നവർ അത് ഇപ്പോഴുള്ള ആൾക്കാരെ അത് ഏൽപ്പിക്കേണ്ടതല്ലേ, അവരെ കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? അവിടെയാണ് ഈ അപാകത തയ്യാറാകാത്തത് എന്നൊരു ചോദ്യം ഉയരുമ്പോൾ അതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് കാഴ്ചക്കാർക്ക് തോന്നും. അല്ല, അതിനകത്ത് സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ അതിൻ്റെ ഉൾഭാഗങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തോ പുകയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ആ ഒരു ഭാഗമാണ് ഇതിനെ പരസ്യമായിട്ട് എതിർക്കാൻ വന്നത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുന്ന, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ചില വ്യക്തികൾ, ആ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം, അവർ പോലും ഒരു ഗ്രൂപ്പ് തിരിഞ്ഞ ആക്രമണം, ഒരു വിഭാഗീയ ചിന്തയും വരികയും ചെയ്തു. അല്ല, ഈ വിഭാഗീയത ചിന്ത എന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പ് ഒരിക്കലും മലയാള സിനിമയിൽ ജാതി മതത്തെ കുറിച്ചൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. നസീർ സാറൊക്കെ നമ്മുടെ ചിറയൻകീഴ് ക്ഷേത്രത്തിൽ പോലും ആനയൊക്കെ നടക്കിയിരുത്തിയ വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇതൊന്നും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല. പക്ഷേ ഈ ചില പരാമർശങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിന് ഏകദേശം ഇതിൽ നിൽക്കുന്നൊരു അൻസിബ ഹസൻ പറയുന്നത് ടിനി ടോം അവരെ ജിഹാദി എന്ന് വിളിച്ചു എന്നതാണ്. എന്താണ് അങ്ങേക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഉണ്ടാകുമെന്ന്? അല്ല, അതിനിടയ്ക്ക് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടേ. ഈ ജിഹാദി എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കത്തോളം, ഞാൻ ഈ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ മതപണ്ഡിതന്മാരുമായിട്ട്, എൻ്റെ മുസ്ലിം സഹോദരങ്ങളുമായിട്ട്, അറിവുള്ള പലരോടും ചോദിച്ചു, അഡ്വക്കേറ്റന്മാരോടും എല്ലാം ചോദിച്ചിട്ടുണ്ട്, എന്താണ് ജിഹാദി എന്താണ്, ജിഹാദ് എന്താണ്? അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഈ ജിഹാദി എന്ന് പറയുന്ന ഒരു അറബിക് വേർഡാണ്. ജഹദ എന്ന് പറയുന്നതാണ് അതിൽ നിന്നാണ് ഉണ്ടായത് ജിഹാദി. നല്ലതിനു വേണ്ടി പോരാടുന്ന ആൾക്കാർ. അത് ഏതുമായിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, മേ ബി ഫോർ മണി, ഫോർ കാസ്റ്റ്, ഫോർ റിലീജിയൻ, ഫോർ ഫോർ ദ വെൽഫെയർ ഓഫ് ദ സിറ്റി, എന്തോ ആയിക്കോട്ടെ, അതിനുവേണ്ടി പോരാടുന്നത് തീവ്രവാദത്തിനുള്ള പോരാടിയല്ല, കൊല്ലാനല്ല, നന്മയ്ക്ക് വേണ്ടി പോരാടുന്ന ആരായാലും അതാണ് ജിഹാദി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മഹാത്മാഗാന്ധി ആ അർത്ഥത്തിൽ ജിഹാദിയല്ലേ? മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ക്ഷമിക്കുക, സഹകരിക്കുക, പോരാടുക. മീൻസ് വാളെടുത്ത് വെട്ടാനല്ലേ പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ധാരണയായി. ഞാൻ മനസ്സിലാക്കിയത്തോളം ജിഹാദി എന്നുള്ള വാക്ക് മോസ്റ്റ് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ്. നോട്ട് ഓൺലി ഫോർ അൺമുസ്ലിംസ്, മുസ്ലിംസിന് പോലും അതിൻ്റെ അർത്ഥം പലപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ടിനി ടോം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, അവരൊക്കെ ഒരു ടീമായി. അതായത് എനിക്ക് അത്ഭുതം, ടിനി ടോമും ഈ അൻസിബായും ഈ തീനാക്കുറുപ്പും ഇവരെല്ലാം ഈ ലക്ഷ്മി പ്രിയൊക്കെ ഇവരെല്ലാം ഒരു ടീമാണ്, ഇവർ ഒന്നിച്ചു നിന്ന ആൾക്കാരാണ്. അപ്പോൾ ജിഹാദി എന്നൊരു വാക്ക് പറഞ്ഞതായിട്ടാണ്, അത് തെളിവില്ല, നീനാക്കുറുപ്പ് അത് കേട്ടതായിട്ടൊരു ആരോപണം വന്നു. അപ്പോൾ ജിഹാദി എന്നുള്ള വാക്ക് തെറ്റായി എനിക്ക് തോന്നുന്നത് അൻസിബ പോലും തെറ്റിദ്ധരിച്ചു. അൻസിബായിക്ക് മതപണ്ഡിതയൊന്നുമല്ല, പക്ഷെ അവർ മനസ്സിലാക്കിയിട്ടുമില്ല. അവരുദ്ദേശിച്ചത് അവരെ ജിഹാദി എന്ന് മതം മാറ്റാനുള്ള മതം മാറ്റുന്ന ആൾക്കാരെ വേണ്ടി തീവ്രമായി പോരാടുന്ന ഒരാളെന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷെ അതല്ല ഞാൻ മനസ്സിലാക്കി. എനിക്ക് എൻ്റെ വാദിക്കല്ല, ഞാൻ ആർക്കും വേണ്ടി വാദിക്കല്ല. അൻസിബ നമ്മുടെ അമ്മയിലെ ഒരു അംഗമാണ്, എക്സിക്യൂട്ടീവ് മെമ്പറാണ്, ജോയിൻറ്റ് സെക്രട്ടറിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റെടുത്തിരുന്ന ചുമതലകളെല്ലാം അന്തസ്സായിട്ട് ചെയ്തൊരു കുട്ടിയാണ്. എനിക്ക് വലിയ ബഹുമാനവും ഇഷ്ടമായിരുന്നു. ഞാൻ എന്നെ വിളിക്കുകയും ചെയ്യാറുണ്ട്.
ഇപ്പം നമ്മുടെ ഈ മെഡിസിൻ്റെ കാര്യത്തിലൊക്കെ ഏൽപ്പിക്കുക നല്ല കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയാണ്. അത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്. അത് ടിനി ടോം ഇവരെല്ലാം ഒരു ടീമായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത്, ഇവിടെ ജിഹാദി എന്നുള്ളൊരു വാക്ക് ഉദ്ദേശിച്ചത് എൻ്റെ ഒരു വർഷം ഈ അൻസിബ ഇതിനോട് കൂറ് കാണിച്ചല്ലോ. തന്നെ ഏൽപ്പിച്ച ജോലിയോട് കൂറ് കാണിച്ച് അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അവരെ ജിഹാദി എന്ന് വിളിക്കാം. തെറ്റായ സെൻസിലാണ്. ചിലപ്പോൾ അങ്ങനെ ഈ ടിനി ടോമിന് അതിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ ആ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം അദ്ദേഹം വിളിച്ചതെന്നാണ് താങ്കൾ പറയുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കാം. എനിക്ക് ഞാൻ ബാധിക്കല്ല. ഈ ടിനി ടോം ജിഹാദി എന്ന് വിളിച്ചത് ഈ ആത്മാർത്ഥമായ പ്രയത്നവും അതിനുവേണ്ടി വേണമെങ്കിൽ പോരാടുക എന്ന് പറയാം. പോരാട്ടം എന്ന് പറയാം. ഇവരുദ്ദേശിച്ച വേറെ തെറ്റില്ല. അതിനുവേണ്ടി പ്രയത്നിക്കുകയും സഹകരിക്കുകയും അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്നൊക്കെയാണ് ഇവർ വായിക്കുക. യുദ്ധം ചെയ്യുകയല്ല, അതിനുവേണ്ടി പോരാടുന്ന ഒരാൾ. അത് അൻസിബ അക്കണക്കിൽ ജിഹാദിയാണെന്ന് പറയുന്നത് എന്താ തെറ്റ്? ഇൻ ദ ഗുഡ് സെൻസാണ് ഞാൻ പറയുന്നത്. ഒരു മതത്തിന് വേണ്ടി കിടക്കുകയാണെങ്കിൽ, കൊല്ലാൻ വേണ്ടി പറയുകയാണെങ്കിൽ അവിടെ തെറ്റായി. ഇവിടെ അതല്ല. ആ കുട്ടി കാണിച്ച ആത്മാർത്ഥമായ പെരുമാറ്റത്തിന് ജിഹാദി എന്ന് പറയുന്നത് തെറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ തിരുത്തട്ടെ, മതപണ്ഡിതന്മാർ കേൾക്കട്ടെ. ഒരുപക്ഷെ ഈ പ്രഭാഷണം ആരെങ്കിലും കേൾക്കുമായിരുന്നു. തിരുത്ത അല്ലെങ്കിൽ എല്ലാം അവർ വരുത്തട്ടെ. അല്ല, ഇത് എനിക്ക് തോന്നുന്നത്, കാരണം ഈ അൻസിബയൊക്കെ നമ്മൾ ദൃശ്യം മുതൽ കാണുന്നതാണ്. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയെ പോലെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പലരും സിനിമാ നടന്മാരെയും നടിമാരെയും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ അവരെയൊക്കെ നമ്മൾ ഈ പ്രേക്ഷകർ കാണുന്നത് സ്വന്തം കുടുംബത്തിലെ ഒരു അംഗം അല്ലെങ്കിൽ അയൽപക്കത്തെ ഒരാൾ എന്ന നിലയിലാണ് പലരെയും കാണുന്നത്. അങ്ങനെ കണ്ട ഒരാളാണ് അൻസിബ. അപ്പോൾ അൻസിബയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ആ കുട്ടിക്ക് അത് ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ച് പറയാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അവരെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ ആരൊക്കെയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? കാരണം അൻസിബ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു, പോലീസ് പരാതി എടുക്കുന്നില്ല. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ഒരു സെലിബ്രിറ്റി പരാതി കൊടുക്കുമ്പോൾ അതിലൊരു കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായും പരാതി എടുക്കും. പരാതി അവർ രജിസ്റ്റർ ചെയ്യും. അതിൻ്റെ നടപടികൾ എത്ര വലിയവനായിരുന്നാലും ഇതർ ഭാഗത്തുള്ളത് അവരത് ചെയ്യും. പക്ഷേ പോലീസ് അത് ചെയ്യുന്നില്ല. പക്ഷേ അൻസിബ വിടാതെ പിന്തുടർന്ന് കോടതിയിൽ നിന്ന് CMP ഫയൽ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ അൻസിബയെ സംബന്ധിച്ചിടത്തോളം അൻസിബയ്ക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതും പിന്നീട് ആരൊക്കെയോ ആ കുട്ടിയെ നിയന്ത്രിക്കുകയോ മറ്റോ ചെയ്തു എന്ന് നമുക്ക് കരുതാൻ കഴിയില്ലേ? അല്ല, അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഈ ജിഹാദി എന്നുള്ള വാക്പ്രയോഗം പല പ്രഭാഷകരുടെയും സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് നല്ലതിനു വേണ്ടി പോരാടുന്നതാണ് ജിഹാദി. തിന്മയ്ക്കെതിരെ പോരാടുക എന്നുള്ളതാണ്. അത് യുദ്ധം ചെയ്യലല്ല, വാർ പ്രഖ്യാപിക്കല്ല. ഇത് പറയുന്നത് സ്ട്രൈവ് ആൻഡ് സ്ട്രഗിൾ. ജിഹാദി മീൻസ് ടു സ്ട്രൈവ് ആൻഡ് സ്ട്രഗിൾ ഫോർ ദ ഗുഡ്, ഫോർ ദ പ്രോസ്പെരിറ്റി ഓഫ് ദ നേഷൻ, ഫോർ ദ പ്രോസ്പെരിറ്റി ഓഫ് സെൽഫ്. അവനുള്ളിലുള്ള ഈഗോയ്ക്കെതിരെ, അവനവൻ്റെ ഉള്ളിലേക്കുള്ള ഈഗോയ്ക്കെതിരെ പോരാടുന്നവരെല്ലാം ജിഹാദികളാണ്. ഞാനും ജിഹാദിയാണ്, സുമേഷും ജിഹാദിയാണ്, നല്ലവരായ എല്ലാവരും ജിഹാദികളാണ്. ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരം നടത്തിയ സേനാനികളെല്ലാം ജിഹാദികളാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇവിടെ ഇതിനകത്തൊരു ഒരു ആരോപണം വന്നത് തെറ്റിദ്ധരിക്കപ്പെട്ടുണ്ട്. എൻ്റെ മനസ്സിലാക്കുന്നത് മുസ്ലിംസ് പോലും ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ശരിയായിട്ട് എന്നാണ് അവരിപ്പം ഇതേപോലെ നിഷേധിച്ചേക്കാം, എനിക്കെതിരെ ചിലപ്പോൾ തിരിഞ്ഞേക്കാം. പക്ഷെ അതല്ല, അല്ലെങ്കിൽ അവർ തിരുത്തട്ടെ. എൻ്റെ അറിവ് എനിക്ക് തോന്നുന്നു നിർഭാഗ്യവശാൽ ഇത്തരം വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ വന്നത് ഈ അടുത്ത കാലത്തായാണ്. മുമ്പൊക്കെ നമ്മുടെ ഒരു 8-9 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം പിന്നിലേക്ക് എടുത്തു നോക്കൂ, എല്ലാവരും വളരെ സൗഹൃദത്തോടു കൂടി കഴിഞ്ഞു പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾക്ക് വിവരം വെച്ച് തുടങ്ങി. ഇപ്പോൾ എന്താ പറയുക, ഏറ്റവും പ്രശ്നം ഈ യൂട്യൂബ്. ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിനടുത്ത് ജിഹാദ് എന്ന് പറഞ്ഞാൽ അതിനകത്തെല്ലാം വരും. ഒരിടത്ത് പോലും എവരി ഉദ്ദേശിച്ച തീവ്രവാദത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അപ്പോൾ അവിടെ അതുപോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വാക്കാണ്. അതുകൊണ്ട് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട അൻസിബ എന്ന് പറഞ്ഞ എൻ്റെ മോളെ പ്രായമുള്ള കുട്ടിയോട് പറയാനുള്ളത്, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണെങ്കിൽ തെറ്റിദ്ധരുത്തുക. ജിഹാദി എന്നുള്ള തെറ്റുവാക്കല്ല. തെറ്റുവാക്കാണെങ്കിൽ അവരെ മതപണ്ഡിതന്മാർ പറയട്ടെ. ഞാൻ ചോദിച്ചതെല്ലാം പറയുന്നത് ആ കുട്ടിക്ക് തെറ്റുപറ്റിയതാണ്. മുസ്ലിം മതപണ്ഡിതരാണ് പറഞ്ഞാൽ ഒരു കുട്ടി തെറ്റുപറ്റിയതാണ്. അങ്ങനൊരർത്ഥം അതിനകത്തില്ല. ആ ഒരു തെറ്റ് പറഞ്ഞ് തിരുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം അങ്ങ് തീരും. രണ്ടാമത് ഇനിയൊരു വാക്ക് ടിനി ടോം ഉപയോഗിച്ചിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. അല്ല, അത് നമുക്കും കരുതാൻ കഴിയില്ല. ഇനിയിപ്പോൾ ടിനി ടോമിനെയും നമുക്കറിയില്ല. പക്ഷേ ഏതൊരു സാഹചര്യത്തിലായിരുന്നാലും നമുക്ക് അപരിചിതനായ ഒരു വ്യക്തിയാണ് ടിനി ടോമിൻ്റെ സ്ഥാനത്തുണ്ടെങ്കിലും ഇത്തരം പദപ്രയോഗങ്ങളൊന്നും ഒരിക്കലും നടത്തുമെന്ന് നമുക്ക് ആർക്കും കരുതാൻ ഇല്ല, ഒരിക്കലും. കാര്യം ടിനി ടോം ഞാനുമായിട്ട് വളരെ വർഷങ്ങളെ പഴക്കമുള്ള ആൾ. ഞങ്ങൾ അമേരിക്കയിലൊക്കെ ഒന്നിച്ച് പ്രോഗ്രാമിന് പോയിട്ടുള്ള ആളാണ്. എല്ലാവരുമായിട്ടും സൗമ്യ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ്. പിന്നെ ഇടയ്ക്ക് തമാശയൊക്കെ പറയും. ആ തമാശ എന്ന് പറഞ്ഞാൽ ആരെയും ഹർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ജിഹാദി എന്നുള്ള വാക്ക് നല്ല സെൻസിലാണ് പറഞ്ഞിരിക്കാം. പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ട് മാത്രമല്ല, ഈ ഏഷണി കൂട്ടിക്കൊടുക്കുന്ന എല്ലാ കാര്യമുണ്ടല്ലോ,
അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ അവരുടെ ഭാഗത്തുള്ള വീഴ്ചയായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉദ്ദേശം കാണുമായിരിക്കാം. അല്ല, ചിലർ മാത്രമാണ് ഞാൻ നിസ്സാരമായി പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നം. കാരണം അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു പേര് പോലും വളരെ ഒരു മാതൃത്വമുള്ളതാണ്. ആ അമ്മ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം അമ്മയുടെ മക്കളാണ്. അങ്ങനെയാണ് പലരും പല പ്രസംഗങ്ങളിലുമൊക്കെ ലാലേട്ടനായിരുന്നാലും മമ്മൂക്കായിരുന്നാലും ഇന്നസെൻ്റൊക്കെ ആയിരുന്നാലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിസ്സാരമായി പരിഹരിക്കപ്പെടേണ്ടിയിരുന്ന ഒരു പ്രശ്നം, അത് എന്തുകൊണ്ടാണ് ഈ മമ്മൂട്ടിയെയോ മോഹൻലാലിനെയോ ഒക്കെ പോലെയുള്ള സുരേഷ് ഗോപിയെയോ ഒക്കെ പോലെയുള്ള മുതിർന്ന നടന്മാർ ഒന്ന് ഇടപെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഒരു രണ്ട് മേശയ്ക്ക് ചുറ്റും അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിച്ച് തീർക്കാനൊരു വിഷയം എന്തുകൊണ്ടാണ് എല്ലാവരും നിശബ്ദരായി കൈയും കെട്ടി നിൽക്കുന്നത്? അത് ഈ സ്ത്രീകളല്ലേ, അവരെവിടെ വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയായിരിക്കും. ഇത് നശിപ്പിക്കാനും പോകുന്നില്ല, നശിക്കാനും പോകുന്നില്ല, നശിപ്പിക്കാനും പോകുന്നില്ല. ഇവരാരും മുൻകൈ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നശിപ്പിക്കാൻ വേണ്ടി. പക്ഷേ ഇവരെവിടെ വരെ പോകുമെന്ന് അറിയട്ടെ. എനിക്കുള്ള ഒരു പൊതുവാതി പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ഒരു അവിശ്വാസ പ്രമേയം അവിടെ കൊണ്ടുവന്ന്. ഈ അവിശ്വാസ പ്രമേയമേ അല്ലത്. ഞങ്ങൾ വന്നുടനെ ഞാനും ഒപ്പിട്ട ആളാണ്. ഞാൻ ഒരു മുമ്പാകെ കൊടുക്കുന്ന അപേക്ഷ എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെമ്പറുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണെന്ന് തോന്നി. പക്ഷേ അവിശ്വാസ പ്രമേയം എന്നൊരു വാക്ക് അതിനകത്തില്ല. അവിശ്വാസ പ്രമേയം തോന്നുന്ന സമയത്ത് കൊണ്ട് കൊടുക്കാനും പറ്റത്തില്ല. അതിന് 21 ദിവസം നോട്ടീസ് കൊടുക്കണം, അത് ചർച്ച ചെയ്യണം, അതുകൊണ്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കണം, അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ മറ്റൊരു മീറ്റിംഗ് വിളിച്ച് കൂട്ടണം. ഇങ്ങനെയൊക്കെ നിയമങ്ങൾ നമുക്ക് കുറച്ചൊക്കെ നിയമങ്ങൾ നമുക്കും അറിയാമല്ലോ. ഇതൊന്നുമില്ല. മീറ്റിംഗ് കൂടുന്നതിന് മുമ്പേ കൊണ്ടുവന്ന് ഒരു അംഗം കൊണ്ടുവന്ന് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതിനെതിരെ ഞാൻ തർക്കിച്ചപ്പോഴാണ് എന്നെ വളഞ്ഞത്. എന്നെ കുറച്ച് പേരൊക്കെ വളഞ്ഞിട്ട് പറഞ്ഞു എന്താ പറഞ്ഞ അങ്ങനെ പറഞ്ഞു. ഞാൻ നിങ്ങൾ പറഞ്ഞു, എനിക്ക് പറയാനുള്ള ഭാഷ എനിക്കുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു ചെറിയതല്ലാത്ത ഒരു മാഫിയയുടെ കയ്യിലാണെന്ന് പറയേണ്ടി വരില്ലേ? അല്ല, അത് എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടിയില്ല. ഇങ്ങനെ പവർ ഗ്രൂപ്പുണ്ട് അങ്ങനെ ഉണ്ടെന്നൊക്കെ ഇപ്പം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരുന്ന സംഘടനയാണ്, എല്ലാവർക്കും ഉപകാരമുള്ള സംഘടനയാണ്. പിന്നെ ആരോപണങ്ങൾ ആർക്കും എന്തും വെക്കാവില്ല. ആരാ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തോ എനിക്കറിയില്ല. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഏതായാലും അത് ദോഷത്തിനല്ല, നല്ല കാര്യങ്ങൾ നന്നായിട്ട് നടന്നു പോകുന്നില്ല. നമ്മളതൊന്നും ഇന്ത്യ പോരെ. ഇനി അമ്മ എന്ന സംഘടനയ്ക്ക് പഴയതുപോലെ, അതായത് ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ പഴയതുപോലെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതിൻ്റെ ശക്തിയായിട്ട് തിരിച്ചു വരും. കാരണം ഈ നമ്മുടെ ഇവർ ഒറ്റപ്പെട്ടു പോയല്ലോ സമൂഹത്തിൽ. അല്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ശ്വേതാമേനൊക്കെ ഒറ്റപ്പെട്ടു പോയി. ആ കുട്ടി പലവണ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞങ്ങളുടെ ഭാഗത്ത് അറിവുകൾ കൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് കുറച്ച് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് മുമ്പരത്തെ കണക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ കണക്ക് അവതരിപ്പിക്കാൻ പറ്റാത്തത്. നിങ്ങൾ ഞങ്ങൾക്ക് ഒരു 45 ദിവസം തരൂ. നിങ്ങളുടെ സഹോദരിമാരല്ലേ, നിങ്ങൾ സ്ത്രീകളല്ലേ, അല്പം പരിഗണന തരൂ. 45 ദിവസം ഞങ്ങൾ തരൂ, ഞങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊടുക്കാം എന്ന് പറയുമ്പോഴൊന്നും അതൊന്ന് വിട്ടുവീഴ്ച ചെയ്താലെന്താ? ഇവരെ ഇറക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് എന്താ? അവിടെയാണ് തെറ്റുപറ്റുന്നത്, അവിടെയാണ് സസ്പെക്ട് ചെയ്യുന്നത് നമ്മൾ. അത് കുറച്ച് പേര് മാത്രം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ശബ്ദങ്ങളിൽ നിന്നാണ് ഇന്നലെ വന്ന ആൾക്കാരൊക്കെ കയറി ഭയങ്കരമായിട്ട് അതൊരു ഫോക്കസിന്റെ ഭാഗമാണെന്ന് പറയാം എന്ന് തോന്നുന്നു, എന്ന് സംശയിക്കേണ്ടി വരുന്നു. അവിടെയാണ് ഞങ്ങളൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന എപ്പോഴാണ് ഒരുപാട് മീഡിയക്കാർ എന്നോട് വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പ്രതികരിക്കുന്നില്ല. കാര്യം അങ്ങനെ പ്രതികരിക്കേണ്ട ഒരു വലിയ വിഷയം, ചെറിയ വിഷയം, അത് പറഞ്ഞു തീർത്താൽ മതി. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മമ്മൂട്ടി, മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെ അവരൊക്കെ ഇതിനകത്ത് ഇടപെടുന്നത് നന്നായിരിക്കും. അവരെ വിളിക്കണം. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും സുരേഷ് ഗോപിയും ഉള്ള ആളുകളെ വിളിക്കണം. ഈ അമ്മയെ രക്ഷിക്കണം, അമ്മയിലെ അംഗങ്ങളെ രക്ഷിക്കണമെന്നാണ് എൻ്റെ സ്ലോഗൻ. മോഹൻലാലിനെ വിളിക്കൂ, അമ്മയെ രക്ഷിക്കൂ. മമ്മൂട്ടിയെ വിളിക്കൂ, അംഗങ്ങളെ രക്ഷിക്കൂ. പിന്നെ സുരേഷ് ഗോപിയെ വിളിക്കൂ, ഞങ്ങളെ സഹായിക്കൂ. ഇതല്ലാതെ എന്ത് ചെയ്യും? കാര്യം അവരുടെ ഭാഗത്ത് ഇതുവരെ ഒരു വീഴ്ച ഉണ്ടായിട്ടല്ലോ. അതെ. ഈ നേരത്തെ ഒരു ചോദിച്ചോണ്ട് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ആ വലിയ അതുല്യ നടൻ, ആ മഹാനായ നടൻ, നല്ല മനസാക്ഷിയുള്ളൊരു നടനെക്കുറിച്ച് പോലും ചില പരാമർശങ്ങൾ ഒരിക്കലുണ്ടായി. അപ്പോഴും മോഹൻലാലിന് പറയും നിങ്ങൾ പൊതുയോഗം തീരുമാനിക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് പുള്ളിക്കും സ്വാഭാവികമായിട്ടും വന്നപ്പോൾ പുള്ളിക്ക് എന്നാൽ പിന്നെ നിങ്ങൾ തീരുമാനിച്ചോ എന്ന് പറഞ്ഞൊരു വിഷമം വന്നപ്പോഴാണ് അദ്ദേഹം മാറാനും ഒരു ഇലക്ഷൻ നിൽക്കുന്നില്ല എന്നും പറഞ്ഞത്. അപ്പോൾ ഇത് ഇവിടെ ഒരു അവസരം മുടക്കി അധികാരത്തിന് വേണ്ടി പിന്നെ പെണ്ണുങ്ങളുടെ വിഭാഗങ്ങളെല്ലാം കൂടെ അവർ ഒന്നിക്കാൻ തുടങ്ങി. ഇത് നിസ്സാര കാര്യമല്ല. ഇതൊരു സംഘടന കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഒരു അധീന ശക്തി വേണം, ഒരു കമാൻഡിങ് പവർ വേണം. അതിവർക്കില്ല. അതുപോലെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പുറത്തു വന്നത് വലിയ വിവാദമായല്ലോ. അതിനുശേഷമാണ് അമ്മ സംഘടനയുടെ നേതൃമാറ്റം ഉണ്ടാകുന്നത്, തകർച്ച തുടങ്ങുന്നതും അവിടെയാണ്. എന്തുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പലരും ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. പിന്നെ താങ്കൾക്ക് പരിചയമുള്ളവരാണ് ഈ ആരോപണം ഉന്നയിച്ചവരും
ആരോപണം ഉന്നയിണ്ടവരുമൊക്കെ. ഈ ആരോപണം ഉന്നയിച്ചവരൊക്കെ പിന്നീട് എന്തുകൊണ്ടാണ് നിശബ്ദരായത്? അതായത് ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലെന്ന് എനിക്ക് അല്ല, ഞാൻ ചോദിച്ചത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിയും. ഞാൻ ചോദിച്ചത് കാരണം ഈ ഒരു വിഷയം ഉയർന്നു വന്നതിന് ശേഷമാണല്ലോ അമ്മയിൽ നേതൃമാറ്റം ഉണ്ടായത്. അനാവശ്യ വിവാദമായിരുന്നു അത്. കാര്യം ഈ സ്ത്രീപീഡനം എന്ന് പറയുന്ന സംഭവം എവിടെയാണ് ഇല്ലാത്തത്? ഏത് മേഖലയിലാണ് ഇല്ലാത്തത്? അല്ല, അതിനെ പീഡനം എന്ന് പറയാൻ കഴിയുമോ? ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം ഉണ്ടാകാം. അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ നമ്മുടെ ഭരണഘടന തരുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ പീഡനം എന്ന് പറയാൻ കഴിയും? ഇവിടെ ഏതെങ്കിലും ഒരു നടൻ, ഈ ആരോപണ വിധേയരായ നടന്മാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെയോ അല്ലെങ്കിൽ അംഗീകാരമില്ലാതെയോ എന്തെങ്കിലും ചെയ്തതായിട്ട് എനിക്കറിവില്ല. പലരുടെ മുറിയിൽ പെണ്ണുങ്ങൾ അങ്ങോട്ട് ചെന്ന് കയറുകയല്ലേ ഇന്ന്. അങ്ങോട്ട് വന്ന് കയറി 1 വർഷം കഴിഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് വ്യക്തമല്ലേ? ഇത് നശിപ്പിക്കാൻ ഇറങ്ങിപ്പെട്ടവരാണ് ഈ വിഭാഗം എന്നാണ് എൻ്റെ ഒരു സംശയം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർ തൽക്കാലം അവിടെ നിന്നാൽ മതി, പുരുഷന്മാരെ ഭരിക്കാൻ വരട്ടെ എന്ന് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാ. അതിപ്പോൾ ശരിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ ഈ അമ്മയുടെ പോക്ക്, അതായത് ഒരു തകർച്ചയിലേക്കാണ് എന്നുള്ള ഒരു എന്ന് പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നും. താങ്കൾക്ക് അങ്ങനെ ഒരു പക്ഷേ, കാരണം താങ്കൾ ഒരിക്കലും ഇല്ല, കാര്യം അറിയാവുന്ന ആഗ്രഹമാണ്. അതെ, ഒരു ആഗ്രഹമാണ്. ഇവിടെ ഗ്രൂപ്പില്ല, ഇവിടെ ഇതുമില്ല. നമ്മൾ ഐകണ്ഠ്യേനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ അംഗീകരിക്കുന്നു. ഇതിനകത്ത് വരുന്ന ഒരു കുഴപ്പം, ചില ആളുകൾ അതിന് കുത്തകയായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. ഇതിനകത്ത് ഒരു കുഴപ്പം, എനിക്ക് നല്ല വിദ്യാഭ്യാസവും വിവരവും, പക്ഷേ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ ശാരീരിക സ്ഥിതി പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളൊക്കെ മാറി നിൽക്കുക. അപ്പോൾ മാറി നിൽക്കുന്നതാണ് ചില ആളുകൾ സ്ഥിരം അവർ നിൽക്കുക, അവർ സേവിച്ചേ അടങ്ങുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറണം. അല്ല, അവിടെയാണ് ഈ ഇപ്പോൾ പൃഥ്വിരാജ് അദ്ദേഹം അന്ന് പല ഘട്ടങ്ങളിലും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് പ്രതികരിക്കുമ്പോൾ ഒരുപക്ഷെ രൂക്ഷമായ സൈബർ ആക്രമണമൊക്കെ നേരിടേണ്ടി വന്നത് കൊണ്ടായിരിക്കാം പിന്നീട് അദ്ദേഹം പലപ്പോഴും പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റേതായ മേഖലയിൽ കഴിവ് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെയുള്ളവർ ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ശ്രമിക്കുന്നില്ല. കുഞ്ചാക്കോ ബോബനാകട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊന്നും വരാൻ ശ്രമിക്കുന്നില്ല. ആകെ വരുന്നത്, ഞാനൊരു ചലച്ചിത്ര മേഖലയിൽ തന്നെ മറ്റൊരാളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു 4-5 വില്ലന്മാർ ഇതിലുണ്ട്. ആ 4-5 വില്ലന്മാർ പുറത്തു പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആകുമെന്നാണ്. ശരിയാണോ? ഏറെക്കുറെ ശരിയാണെന്ന് പറയേണ്ടി വരും. അവർ സിനിമയിലെ വില്ലത്തനങ്ങൾ ചിലപ്പോൾ ഇതിനകത്തൊക്കെ കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഈ അസഹിഷ്ണുതയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വാക്ക്. ഒരു കലാകാരനായാലും കലാകാരിയായാലും, പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ള കലാകാരന്മാർ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കണം. സമൂഹത്തോട് പ്രതിബദ്ധത വേണം, സഹപ്രവർത്തകരോട് പ്രതിബദ്ധത വേണം, ഈ മീഡിയയോട് പ്രതിബദ്ധത വേണം, ഈ കലയോട് പ്രതിബദ്ധത വേണം. അതില്ലാതെ പണം മാത്രം മതി, കിട്ടുന്ന സമയം, അങ്ങനെ പറയാറുണ്ട്, കിട്ടുന്ന സമയം മുതലാക്കണം. അപ്പോൾ ഇപ്പോൾ പണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ജനറേഷൻ, യങ് ജനറേഷൻ. ഇപ്പോൾ അതാണ്, അവർക്ക് അംഗങ്ങളെ നന്നാക്കണമെന്നൊന്നും ആഗ്രഹമില്ല. അവർക്ക് പണം ഉണ്ടാക്കണം, കുട്ടികൾ നാളെ പോകും. കാര്യം നായകന്മാർ നേതൃത്വത്തിലേക്ക് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് പ്രേംനസീറുണ്ടായിരുന്നു, സത്യനുണ്ടായിരുന്നു, മധുസാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടുത്ത മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, പിന്നെ ദിലീപ് വന്ന് ഇങ്ങനെ കുറച്ച് പേരെ വേണം. ഇപ്പം അതല്ലല്ലോ, ഇപ്പോൾ എണ്ണ കൂടി വരിക. ഇപ്പം ഇവർ തമ്മിലൊരു ക്ലാഷ് അവരുടെ ഉള്ളിൽ കാണും. അപ്പോൾ കിട്ടുന്ന സന്ദർഭത്തിൽ കാശുണ്ടായിക്കൊണ്ടെന്ന് അവരുടെ ഉള്ളിൽ പറഞ്ഞാണ്. അതിൻ്റെ വരുമാനമായി ഇവർ സഹകരിക്കാൻ നയിക്കുന്നത്. പിന്നെ അവർക്കൊരു ഈഗോ ഉണ്ടെന്ന് പറയും, ഞങ്ങൾ ഇന്നലെ വന്ന പിള്ളേരല്ലേ, മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ മുമ്പേയൊക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ അവർ മാറി നിൽക്കായിരിക്കാം. പക്ഷേ അവർ വരുന്നില്ല, വരണമെന്നാണ് എൻ്റെ ആഗ്രഹം, അതാണ്. പക്ഷേ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, ഒരു മഹാനടനായാലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, സംഘടനാ ബോധം ഉണ്ടായിരിക്കണം, സംഘടനാ ശേഷി ഉണ്ടായിരിക്കണം, സംഘടിപ്പിക്കാനുള്ള കമാൻഡിങ് പവർ ഉണ്ടായിരിക്കണം. അത് പലർക്കും ഇല്ല. അതുകൊണ്ടാണ് ഇതൊരു പിള്ളേരുകളിയൊന്നുമല്ല. ഇതിന് ഒരു മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവരൊരു കാര്യം വിളിച്ച് പറഞ്ഞാൽ നടക്കും. ഒരു സ്പോൺസറെ വേണമെന്ന് നിങ്ങളത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും. അത് അവിടെ പേടിച്ചിട്ടൊന്നുമല്ല, അവിടെ കമാൻഡിങ് പവർ അതാണ്. അതുപോലുള്ള ആളുകൾ വന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്നെ പിടിച്ച് പ്രസിഡൻ്റ് ആക്കിയേ പറ്റുമോ? പറ്റത്തില്ല. കാര്യം എനിക്ക് അതിനുള്ള കഴിവില്ല, കപ്പാസിറ്റി ഇല്ല. അപ്പോൾ നമ്മളങ്ങനെ വരാനും ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ സംഘടന ഇതുവരെ പോയി. ഇപ്പം നല്ല ബാലൻസ് നമുക്കുണ്ട്. ഈ ബാലൻസ് നിലനിർത്തിക്കൊണ്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ഭരണ സമിതിയോട് വലിയ തെറ്റൊന്നും പറയാനില്ല. കണക്ക് അവതരിപ്പിക്കണം, റിപ്പോർട്ട് അവതരിപ്പിക്കുക, സത്യം തന്നെയാണ്. നിസ്സാരമല്ലേ? അതായത് ഒരു മുൻ ഭരണസമിതി റിപ്പോർട്ട് സമർപ്പിച്ച് ആ കണക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയാൽ പ്രശ്നം തീർന്നു. പക്ഷെ അതിനവർ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അതിൽ ക്രമക്കേടുന്നതാണ്. ഇല്ല, അവർ തയ്യാറായില്ല, മറ്റൊരു പഴയ അതാണ് ഞാൻ പറയുന്നത്, പഴയവർ തയ്യാറാകുന്നില്ല. അതാണ് വിഷയം. ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ ഇതൊരു 94 മുതൽ 94 ആണെന്ന് തോന്നുന്നു അല്ലേ അമ്മ വന്നത്?
അപ്പോൾ ഏകദേശം 32 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ 32 വർഷങ്ങളിൽ ഒരു 30 വർഷവും വളരെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു സംഘടന. തീർച്ചയായിട്ടും. അപ്പോൾ ഈ 30 വർഷങ്ങൾക്കിടയിൽ അതൊരു ചെറിയ കാലയളവല്ല, ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് പരിഹരിക്കപ്പെട്ടിട്ടുള്ളത്? ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എന്തെങ്കിലും ഇത്രയും ഗുരുതരമല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും പുറത്തറിയാതെ അത് പൊതുവിഷയങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പം നടത്തുപടിയെക്കുറിച്ച് ആദ്യമൊക്കെ കാര്യത്തൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇതിൻ്റെ റിഹേഴ്സൽ നടക്കുമ്പോഴൊക്കെ ഒരു നടൻ വന്നില്ലേ ഫൈനടിക്കും. മമ്മൂട്ടിയൊക്കെ അവിടെ നിന്നുകൊണ്ട് ജയറാമ ഇങ്ങോട്ട് കയറണമെങ്കിൽ ഇത്ര രൂപ ഫൈനടിക്കണമെന്ന് പറഞ്ഞ കാര്യം ഇതിന് കെട്ടുറപ്പിന് വേണ്ടിയാണ്. അതിൻ്റെ നല്ല സെൻസിലാണ് അത് കൊടുക്കുന്നതിൽ അവർക്ക്. അതെ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവരൊക്കെ ജിഹാദികളാണ്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാം ജിഹാദികളെന്ന് പറയും. അപ്പോൾ ഇവിടെ അങ്ങനൊരു കാലഘട്ടം ഇതിലുണ്ടായി, തുടക്കത്തിൽ മുതൽ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി അവിടെ അങ്ങനൊരു പുരുഷന്മാർ തമ്മിൽ അങ്ങനൊരു ഈഗോ ഉള്ളതായിട്ട് ഇത് മാറിയെന്നുണ്ടായി എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഉണ്ടായിത്തന്നെ അത് പറഞ്ഞു തീർക്കുകയും ചെയ്യും. സ്ത്രീകളുടെ മനസ്സിലാണ് ഈ മനംമാറ്റം വരാത്തത്. അത് വലിയ പാടാണ്. അല്ല സാറേ, അത് ശരിയായിരിക്കാം. കാരണം നമുക്കറിയാം ഈ കുടുംബ കോടതികളിൽ, ഞാനിത് പരാമർശിക്കേണ്ട വിഷയമല്ലെങ്കിൽ പോലും ഈ പരാമർശിക്കേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് പറയുകയാണ്. കാരണം കുടുംബ കോടതികളിൽ ചെല്ലുമ്പോൾ പലപ്പോഴും നിസ്സാരമായി പരിഹരിക്കേണ്ട വിഷയമാണ്. ഒന്ന് നോക്കൂ, 100 കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ 100 കേസിൽ 90 കേസുകളിൽ പുരുഷൻ്റെ വസ്തുവകൾ അറ്റാച്ച് ചെയ്തിടുക, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ 498 സ്ത്രീധന ഗാർഹിക പീഡന നിരോധന നിയമം, ഈ 498 ആക്ടിൽ ശിക്ഷിക്കപ്പെട്ടവർ വളരെ വളരെ അപൂർവമാണ്. കോടതിയിൽ ചെല്ലുമ്പോൾ കേസ് തള്ളിപ്പോവും. ഇതൊക്കെ ഈ സ്ത്രീകൾ, കാരണം അഡ്വക്കേറ്റ്മാരാകട്ടെ, കോടതിയാകട്ടെ, മീഡിയേറ്ററാകട്ടെ, ഇവരോട് വളരെ സൗഹൃദത്തിൽ അനുനയിപ്പിച്ചും പല രീതിയിലും പറഞ്ഞാൽ പോലും ഇവർ ചലിക്കില്ല, ഇവർ അനങ്ങില്ല. ഇവർ പറയുന്ന ഒരു നിലപാടിൽ നിന്ന് മാറില്ല. കാരണം അവർ ആ പിടിവാശിയിൽ ഉറച്ചു നിൽക്കും. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. പുരുഷന്മാരങ്ങനെ നോക്കുമ്പോൾ പാവങ്ങളല്ലേ? സംശയം അതല്ലേലും പാവങ്ങൾ തന്നെ പുരുഷന്മാർ എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത്. ഈ അച്ഛന്മാരുടെ ദുഃഖത്തെക്കുറിച്ച് ഞാൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുള്ള ആളാണ്. ഇപ്പം ഞാനൊരു കവിത അച്ഛന്മാരെ കുറിച്ചിട്ടുള്ള 50 കവികളുടെ ഒരു കവിതാ സമാഹാരം ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുക. അതിനകത്തെല്ലാം അച്ഛനെക്കുറിച്ച് ഒരുപാട് സ്മരണകളാണ്. പക്ഷേ എല്ലാം അച്ഛന്മാർ മരിച്ചതിന് ശേഷമാണ് തന്തമാരെക്കുറിച്ച് അല്ലെങ്കിൽ അച്ഛന്മാരെക്കുറിച്ച് മക്കൾ വിലയിരുത്തുന്നത്. ഹീസ് ഗ്രേറ്റ്, ഹീ വാസ് ഗ്രേറ്റ് എന്ന് ഇപ്പോഴാണ് പറയുന്നത്, അന്ന് പറയത്തില്ല. അതുപോലെ ഇവിടെ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതായത് ഈ പുരുഷ മേധാവിത്വത്തിനെതിരെ പ്രവർത്തിക്കണം, പക്ഷെ അവർ പറഞ്ഞതെല്ലാം തെറ്റായിപ്പോയി, പറഞ്ഞുകൊണ്ട് വന്നത് തെറ്റായിപ്പോയി. അവിടെയാണ് ഈ ഒരു പ്രശ്നം വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പരിഹാരം കാണണം, പരിഹാരം ഉണ്ടാകും. അവർ തന്നെ വിചാരിച്ചാൽ അവരിപ്പോഴും ഒന്നല്ലല്ലോ. ഇത്രയും ഇഷ്യൂ വന്നിട്ട് അവരൊന്നല്ല. ഇപ്പോൾ ഒരു നടി വേറൊരു നടിയെക്കുറിച്ച് എന്ത് മോശമായിട്ടാണ് സോഷ്യൽ മീഡിയ കൂടെ പറഞ്ഞത്. അവർ മദ്യപിക്കുന്നുണ്ട്, ഞാൻ ബില്ല് കൊടുത്തിട്ടുണ്ട്, അവിടെ മുറിയിൽ കാമുകനെ കണ്ടു, അങ്ങനെയൊക്കെ പ്രതികരിക്കുന്നു പറഞ്ഞല്ലേ ചീപ്പെന്നല്ല ഞാൻ പറയുന്നത്. വിവരക്കേടിൻ്റെ അങ്ങേയറ്റമാണ്. അവരെയൊക്കെ തിരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ദുഃഖം തോന്നുന്നുണ്ട്. അതൊക്കെ പറയാൻ പാടുണ്ടോ? അതാണ് സമൂഹത്തോട് പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ അവർക്കില്ല. അല്ല, അതല്ലെങ്കിൽ തന്നെ അതൊക്കെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞ് പറയേണ്ട കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ പറയുമ്പോൾ അവർ എത്രമാത്രം ആവസിക്കപ്പെടുമെന്നുള്ള കാര്യമൊന്നും ഇവർ ചിന്തിക്കുന്നില്ല എന്നുള്ളത്. അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ശത്രുത കൂടി വരത്തേ ഉള്ളൂ. അതെ, അതാണല്ലോ ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നത്. ഒരാൾ പൊട്ടിത്തെറിക്കുമ്പോൾ മറ്റൊരു 2 പടക്കം പൊട്ടിക്കും, അടുത്ത ഇവർ 3 അതിൽ പടക്കം പൊട്ടിച്ച് ആ കുളമൊന്നും ആകത്തില്ല. അമ്മ ശക്തമായിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നല്ല പറ്റത്തുള്ളൂ. തിരിച്ചു വരാൻ, അതായത് KP ഗണേഷ് കുമാർ ഇതിൽ നിന്നെല്ലാം മാറി നിന്ന് കൈയും കെട്ടി നോക്കി നിന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വരണമെന്ന് ചിലരൊക്കെ പറയുന്നു. അത് എത്രത്തോളം ഫലപ്രദമായിരിക്കും? കാരണം KP ഗണേഷ് കുമാർ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു പരിധിവരെ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് KSRTC ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം 100ൽ 100 മാർക്കും കൊടുക്കാമെന്ന് കരുതി. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിലായിരുന്നാലും അദ്ദേഹം ഇതിനൊരു 75% മാർക്ക് ഞാൻ കൊടുക്കും. പക്ഷേ ആത്മ പോലെയുള്ള ഒരു സംഘടനയിൽ ആജീവനാന്ത പ്രസിഡന്റായി താൻ തന്നെ വേണമെന്ന് പറയുന്ന, അങ്ങനെ പോകുമ്പോൾ അതൊരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പോകും. അല്ല, ഏകാധിപത്യ സ്വഭാവം തന്നെയാണ്, അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഞാനും ആത്മയിലെ മെമ്പറാണ്. അവിടെ അദ്ദേഹത്തിനാണ് പരമാധികാരം. അദ്ദേഹം പറയുന്നതിനപ്പുറത്തൊന്നുമില്ല. പക്ഷേ അത് ആവശ്യമാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ കാണുന്നവരെല്ലാം വാളെടുക്കുകയല്ലേ, ഒരു പൊതുയോഗം കൂടുമ്പോൾ അലമ്പുണ്ടാക്കുക.
ശബ്ദിക്കരുതെന്ന് പറയാനുള്ള വോയിസ് പ്രസിഡന്റ് ഇല്ലാതെ പോയി. പറഞ്ഞിട്ട് അനുസരിക്കൊന്നുമില്ല. അതാണ് പറഞ്ഞ കമാൻഡിങ് പവറുള്ള ആളുകൾ വേണം നേതൃസ്ഥാനത്ത് വരാൻ. അതിന് ഈ പറഞ്ഞ കുട്ടികളാരെങ്കിലും വരണം, വന്നേ പറ്റൂ. ഗണേഷ് കുമാർ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് മാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഗണേഷ് കുമാർ വന്ന അമ്മയ്ക്ക് മാറ്റം ഉണ്ടാവും എന്നുള്ള മറ്റുള്ളവരും അംഗീകരിക്കുകയാണെങ്കിൽ മാറ്റം ഉണ്ടാവും. അത് അംഗീകരിക്കുമെന്നൊരു പേടി എനിക്കുണ്ട്. എന്തുകൊണ്ട് അംഗീകരിക്കാൻ എന്നുള്ള പേടി തോന്നേണ്ടത്? സീനിയർ നടനാണ്, അമ്മയിലെ ഇരട്ടി മെമ്പറുള്ള ഒരു സംഘടനയല്ലേ ആത്മ. അവിടെ പോരാ, അവിടെ അത് മതി. ഇവിടെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അല്പം ഉണ്ട് ആത്മയിൽ, ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ അത് നല്ലതിനുമാണ്. അവിടെ അത് ചിട്ടയായിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. കാര്യങ്ങളിൽ നല്ല ചിട്ടയായിട്ട് കിടക്കുന്നുള്ളൂ. ഇപ്പം നല്ല ഈ കഴിഞ്ഞ മീറ്റിംഗ് വളരെ ഗംഭീരമായിട്ട് എല്ലാം നടത്തുന്നുണ്ട്. അതിന് അദ്ദേഹം വേറെ ഒന്നിനൊക്കെ പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ ശ്രദ്ധ അതിലൂടെ പോകും. അപ്പോൾ അതും കൊള്ളാവും, ഇതും കൊള്ളാവും. അല്ല, ഇനിയിപ്പം എന്തായാലും ശ്രദ്ധ പോകില്ല. കാരണം മന്ത്രിസ്ഥാനമൊക്കെ പോയി MLA സ്ഥാനം കൂടെ പോയതുകൊണ്ട് അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ കൂടുതൽ സമയം കിട്ടില്ലേ? അല്ല, അദ്ദേഹം വരുന്ന മറ്റവർ നിൽക്കട്ടെ. ഇതിനകത്ത് ചിലപ്പം ഞാൻ പറയില്ലേ, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി പോലുള്ള ആളുകളൊക്കെ വരുന്നതിനോടാണ് എനിക്ക് യോജിപ്പ്. കാര്യം അവർ ആഫ്റ്റർ ആൾ അവർ സഹജീവികളോട് സ്നേഹമുള്ള ആൾക്കാരാണ്. അവരെ സഹായിക്കാൻ മനസ്സിലുള്ള ആൾക്കാരാണ്. ഈ മോഹൻലാലൊക്കെ കൊറോണ സമയത്ത് എത്രയോ പേരെ സാമ്പത്തികമായിട്ടും എല്ലാം സഹായിച്ചിട്ടുണ്ടെന്നറിയും. അത് ചിലപ്പം ഈ ഭാഗത്തൊന്നും കാണത്തില്ല, ഈ ഭാഗത്ത് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പം അവരങ്ങനെയുള്ള മനസ്സുള്ള ആൾക്കാരാണ്. ഈ ഒരു സിനിമയുടെ വിജയം എന്ന് പറഞ്ഞാൽ നായകൻ്റെ വിജയം മാത്രമല്ലല്ലോ. നായകൻ ഒറ്റയ്ക്ക് അഭിനയിച്ചാൽ പറ്റത്തില്ലല്ലോ. ബാക്കി എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയാണ് സിനിമയുടെ വിജയം. എന്നുവെച്ചാൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സിനിമ ഒരു സദ്യയാണെങ്കിൽ ചോറ് മാത്രമാണ് നായകൻ. ബാക്കി തൊടുകറികൾ 30 പേരും മറ്റവരും അവരെല്ലാം കൂടെ ചേർന്നെങ്കിൽ സദ്യയാവും. അതുപോലെയാണ് ഇവിടെ. അപ്പം അതുകൊണ്ട് തൻ്റെ സഹജീവികളെ സഹായിക്കാനും രക്ഷപ്പെടുത്താനും അവർക്ക് വിഷമൊന്നായി ഇടപെടാനും കഴിവും മനസ്സുമുള്ള ആൾക്കാർ വേണം വരേണ്ടത്. അത് ഇവർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ വരണമെന്നൊക്കെ ഞാനുൾപ്പെടെ എൻ്റെ ആഗ്രഹം തന്നെയാണ്. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇതിപ്പോൾ അതും പറ്റുന്നില്ലല്ലോ. ഇവിടെ ഈ ഈഗോയും ഗ്രൂപ്പും വന്നു കഴിഞ്ഞാൽ തീർന്നു. അത് ഏത് പാർട്ടിക്കായാലും വളരും തോറും വളരുകയും ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ. ഇവിടെ അങ്ങനത്തെ ഇഷ്യൂ വരാൻ സാധ്യത ഇല്ലാതില്ല. പക്ഷെ അതിന് മുമ്പൊരു ഞാൻ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. ഇതെല്ലാം മാറി നന്നായിട്ട് വരും. പക്ഷേ ഇങ്ങനെ ഈ തർക്കങ്ങൾ ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ, അതിനൊരു അവസാനമില്ലാതെ വന്നിരിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത് സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന താരങ്ങൾക്കും ടെക്നീഷ്യൻസിനും ഒന്നും പ്രശ്നമുണ്ടായില്ല. പക്ഷേ ഇതുകൊണ്ട് ജീവിക്കുന്ന താഴേക്കിടയിലുള്ള ടെക്നീഷ്യൻസും ഈ ആക്ടർമാരും ഒക്കെ ഉണ്ട്. അവർക്കത് വലിയ ബുദ്ധിമുട്ടാകില്ലേ? അവരുടെയൊക്കെ ജീവിതം അമ്മ ഇങ്ങനെ ശക്തമായിട്ട് പോകുന്നതിനകത്ത് ബാക്കി സംഘടനകൾക്കെല്ലാം വലിയ അസൂയയും കുശുമ്പും എതിർപ്പുള്ള ആൾക്കാരാണ്. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇതിനെങ്ങനെങ്കിലും തകർക്കാം. ഇതുവരെ എൻ്റെ അനുഭവത്തിൽ ഇതിനകത്ത് രാഷ്ട്രീയമോ മതപരമോ ജാതിയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു വ്യത്യാസവും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ വാക്കിലേക്ക് നമുക്ക് അവസരം, സൽബുദ്ധിയോടുകൂടി ഒരേ ലക്ഷ്യത്തോടുകൂടി ക്ഷമിച്ചും സഹകരിച്ചും സ്ട്രഗിൾ ചെയ്യുന്നവരെല്ലാം ജിഹാദികളാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും ജിഹാദികളാണ്. അതല്ലെങ്കിൽ തിരുത്തട്ടെ. നമുക്ക് ആ സിനിമയിൽ നിന്നൊന്ന് മാറാം, രാഷ്ട്രീയത്തിലേക്ക് പോകാം. താങ്കൾ ഒരു മേഖലയിലല്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ UDF ഭരണം മാറി, LDF ഭരണം മാറി. നമ്മൾ അതിനു മുമ്പാണ് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നത്. എന്ത് തോന്നുന്നു? വളരെ പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ 10 വർഷത്തെ ഒരു ദുർഭരണം എന്ന് ഞാൻ പറയുന്നില്ല. ആർഭാടമായ ഭരണം അവർക്ക്, പാർട്ടിക്കാർക്ക് ആർഭാട ജീവിതം നയിക്കുകയും പാർട്ടിക്കാർക്ക് നല്ലോണം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിന് ശേഷം നേരത്തെ പറഞ്ഞ സമൂഹത്തോട് പ്രതിബദ്ധത ഉള്ള ഒരു പക്ഷമാണ് ഇപ്പോൾ UDF വന്നിരിക്കുന്നത്. അവരുടെ ഇന്ത്യയുടെ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അതുകൊണ്ട് കുറേ പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷ എങ്ങനെ പോകും എന്നുള്ള കാര്യം എല്ലാത്തിനും ഇപ്പോൾ തർക്കിക്കുകയല്ലോ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്താൽ അതിനും തർക്കവും സമരവുമാണ്. അല്ല, സ്ത്രീകൾക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പൊന്മുടിയിലൊരു ബസ് അപകടത്തിൽപ്പെട്ടു. പൊന്മുടിയിലേക്ക് പോകുന്ന ബസ്. അപ്പോൾ മനസ്സിലാക്കിയിടത്തോളം പല സ്ത്രീകളും രാവിലെ വീട്ടു ജോലികളെല്ലാം തീർത്ത് വെച്ചിട്ട് ഒരു കാര്യവും ഇല്ലെങ്കിലും ഫ്രീ അല്ലേ, ചുറ്റാനിറങ്ങും.
അപ്പോൾ പൊന്മുടിയിലേക്ക് 30 പേർ കയറേണ്ട ബസ്സിലെ 85 പേർ കയറിയാണ് നിയന്ത്രണം വിട്ട ഒരു സ്ഥലത്ത് ഡ്രൈവർ ഇടിച്ച് നിർത്തിയത്. ഒരു വലിയ അപകടം ഒഴിവായി. അപ്പോൾ ഈ സ്ത്രീകൾ തന്നെ ദുരുപയോഗം ചെയ്യല്ലേ? ഇത് ആവശ്യം ഉണ്ടായിരുന്നോ? അതായത് 10,000-ങ്ങളും ലക്ഷങ്ങളും ശമ്പളം വാങ്ങുന്ന സ്ത്രീകൾക്കും ഈ ആനുകൂല്യം കൊടുക്കുന്നത് അതൊരു മണ്ടത്തരമാണ്. പണ്ടൊരു ബസ്സിനകത്തൊരു ഒരു ലേഡി കയറി ഡെസ്റ്റിനേഷനിൽ ചെന്നിട്ട് അവരിറങ്ങിയില്ല, അവരവിടെ തന്നെ ഇരുന്ന്. അപ്പോൾ കണ്ടക്ടർ ചോദിച്ച്, മാഡം ഇറങ്ങേണ്ട സമയമായി, ഞാൻ തിരിച്ച് അങ്ങോട്ട് പോവുക. അതെന്ത്? വീട്ടിൽ ഇരുന്ന് ബോറടിക്കുകയാണ്. അപ്പം അങ്ങനെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് കുട്ടികൾക്ക് കൊടുക്കണം, എല്ലാവരും കൺസെഷൻ കൊടുക്കണം, ഇങ്ങനെയൊക്കെ അതിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. എനിക്കതിനെ കാണുന്ന സഹിഷ്ണുത ഇല്ല. ഏത് നല്ല കാര്യം ചെയ്താലും അതിനെ എതിർക്കുന്ന പ്രതിപക്ഷം ഏത് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അതിനെ അംഗീകരിക്കാത്ത ഭരണപക്ഷം. പിന്നെ എങ്ങനെയായി രാജ്യം നന്നാവുന്നത്? എതിർക്കുക എന്നുള്ളതല്ല ഒരു പ്രതിപക്ഷത്തിന്റെ ചുമതല, അല്ലെ ഭരണപക്ഷത്തിന് നല്ലതിനെ അംഗീകരിക്കുക. അതവിടാണ് കുറവ്. എനിക്ക് പ്രതീക്ഷയുണ്ട്. UDF സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ തുടക്കമിട്ടു, പക്ഷേ അവിടെ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഒരു PSC മെമ്പർക്ക് ശമ്പളം 4,4 ലക്ഷം. പ്രധാനമന്ത്രിക്ക് എത്രയാണെന്നറിയോ? 1.5 ലക്ഷം. 2-നകത്തേ ഉള്ളൂ. നോമിനീസ് ഒന്നും ആയിക്കോളെ, അവനെ കൊടുക്കുകയില്ലേ. ഇപ്പം നിങ്ങൾ പത്രത്തിൽ വായിച്ചു, കിഫിയിലുള്ള ജീവനക്കാർക്ക് 20,000 രൂപ വെച്ച് വേറെ ഇതുകൂടെ കൊണ്ടുവന്നു. 20,000 രൂപ കൂടുതൽ. പ്രൊജക്ട് ഗ്രാൻഡോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് കൊടുത്തത്. അതുപോലെ ഈ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, ചലച്ചിത്ര അക്കാദമി ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ തലപ്പത്ത് എനിക്ക് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ പലരും കഴിവില്ലാത്തവരായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഒക്കെ, അത് മുന്നിലുള്ള സർക്കാരിൻ്റെ കാലത്തും അതൊക്കെ വന്നിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു താല്പര്യത്തിൻ്റെ പേരിലൊക്കെ കിട്ടുന്ന ഒരു പോസ്റ്റായിരിക്കാം. പക്ഷെ അവരൊന്നും അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഒന്ന് വ്യക്തിപരമായി ചോദിക്കുന്നത്, താങ്കളൊരു ഇപ്പോൾ സർക്കാർ സർവീസിലുണ്ടായിരുന്നു വർഷങ്ങളോളം. അപ്പം ഭരണപരമായിട്ടുള്ള അറിവുകൾ, അതുപോലെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള പല വിഷയങ്ങളിലും താങ്കൾ പ്രതികരിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി സിനിമാ മേഖലയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്ത് താങ്കൾക്ക് ഇതുപോലെയുള്ള, അതായത് സിനിമയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സർക്കാർ സംഘടനയുടെ തലപ്പത്തേക്ക് ഒരു ക്ഷണം കിട്ടിയാൽ സ്വീകരിക്കുമോ? അങ്ങനൊരു ആഗ്രഹം വന്ന് അവർക്കാർക്കും തോന്നണല്ലോ. എനിക്ക് തോന്നിയാൽ പോരല്ലോ. അല്ല, എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, പിന്നെ ഭരണപരിചയമുണ്ട്, ഈ മേഖലകളിൽ നല്ല അനുഭവ സമ്പത്തുണ്ട്. അതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കി എനിക്ക് കിട്ടാൻ യോഗ്യതയുണ്ട്. പക്ഷേ അതിന് പൊളിറ്റിക്കൽ നിയമനമായപ്പോൾ എന്ത് ചെയ്യും? അവിടെയാണ് വിഷയം വരുന്നത്. ഇവിടെ എല്ലാം പൊളിറ്റിക്കലായിപ്പോയി. ഇതിനു മുമ്പ് ഇരുന്ന പലരും ഇത്തരത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെയും മാറ്റിയൊക്കെ പൊളിറ്റിക്കൽ നിയമനം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ജുഡീഷ്യറി നന്നാവും? അവർ ഒന്ന് പറയുന്നത് പോലെ ചെയ്യുന്നുണ്ട് വരുന്നത്. അവിടൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്. PSC മെമ്പർമാരുടെ എണ്ണം കുറയ്ക്കണം. കോടിക്കണക്കിന് ഒരുപാട് ലാഭം വരും. അല്ല, ഇന്ത്യയിൽ തന്നെ, രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ PSC മെമ്പർമാരുള്ളത് കേരളത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ 10-40 വർഷം സർവീസ് ചെയ്ത് നമുക്ക് കിട്ടുന്നതിൻ്റെ എത്രയോ ഇതാണ് ഒരു 2.5 വർഷം ഒരു ജോലി ചെയ്ത ഒരു പയ്യന് കിട്ടുന്നത് പെൻഷൻ, പേഴ്സണൽ സ്റ്റാഫിൽ ഒന്നും വഴി. ഇതൊക്കെ മാറണ്ടേ? നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, അതിങ്ങനെ അവർ നടത്തിക്കൊണ്ടിരിക്കും. അല്ല, ഇപ്പോഴും ന്യായീകരിക്കാനൊക്കെ ആൾക്കാരുണ്ട്. ന്യായീകരിക്കുന്നതല്ല സർ വിഷയം. കാരണം ഈ നിയമങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഗുണഭോക്താക്കൾ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അല്ല, അതിനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതിനൊരു ഈ പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരും പൊളിറ്റിക്കൽ പ്രവർത്തകരും അവർക്ക് ജീവിക്കണം. അല്ല, നാട് നന്നാക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിത്തിരിച്ചുള്ള എത്ര പേരുണ്ട്? ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അപൂർവം കാണും. എനിക്ക് ദേശീയതയാണ്, ദേശീയബോധമാണ്, എനിക്ക് ദേശീയ താല്പര്യമാണ് വലുതെന്നും പറഞ്ഞു എനിക്ക് വേറൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അതിന് കാണിക്കുന്ന മനസ്സുള്ള എത്ര പേരുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു വലിയ മാറ്റമാണ് ഞാൻ കാണുന്നത്. അതെ, തീർച്ചയായും. ഇരുത്തുമെന്ന് എനിക്കറിയില്ല. വിജയുടെ ഏറ്റവും 3ാമത്തെ കോടീശ്വരനാണ്, അല്ലേ? പക്ഷെ അയാൾ ചെയ്യുന്ന ഒരു മനസ്സുണ്ട്. അയാളുടെ സംഭാവന, മക്കളെ, എൻ മക്കൾ നീങ്ക താൻ എൻ മക്കൾ, നീങ്ക ചെയ്തതിനക്ക് അപ്പുറം എനിക്കൊന്നുമേ ഇല്ല എന്ന് പറയുന്നതിന് ആ സംഭാവനത്തിന് സ്നേഹമുണ്ട്. പക്ഷെ അവിടെ ഇരുത്തൂ, ഉടനെ ഉപജാപസംഘം എല്ലാം കൂടെ കൂടും. അതെ, അവിടെയാണ് അങ്ങനൊരു ഭരണം നമ്മുടെ വരണമെന്നൊക്കെ ഞാനും ആഗ്രഹിച്ചു വരുന്നത്. എപ്പോഴും ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഈ പല പ്രതികരണങ്ങളും എനിക്ക് തോന്നിയിട്ടുള്ളത് താങ്കളുടെ അതുമായി ബന്ധപ്പെട്ട്. പിന്നെ അതുപോട്ടെ, ഈ അയോധ്യ, നമ്മൾ പല വിഷയങ്ങളും, കാരണം ഏത് വിഷയത്തെക്കുറിച്ചും
താങ്കൾക്ക് അറിവുണ്ട്. ഞാൻ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ നമ്മൾ ഫോണിലൊക്കെ മണിക്കൂറുകളോളം ചിലപ്പോൾ സംസാരിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഏത് വിഷയത്തെക്കുറിച്ചും ഒരു കാര്യം സാർ ചോദിക്കുക, അത് സാറിന് അറിയാത്ത കാര്യം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ സാറിനൊരു നാണക്കേടില്ല. ചിലരൊക്കെ എങ്കിൽ പോലും നമ്മളെപ്പോലെയുള്ളവരോട് ഒരു സംശയം ചോദിക്കാൻ ഒരു മടിയായിരിക്കും, അറിയാത്ത കാര്യം. പക്ഷേ സാറിന് അങ്ങനെ ഒരു ഈഗോ ഞാൻ ഇന്നതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ നമ്മുടെ അയോധ്യ രാമക്ഷേത്രം ഇത് വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട് നടത്തിയതാണ്, അഭിമാനകരമായിട്ടുള്ള ഒന്നാണ് ഒരു ഹൈന്ദവ രാഷ്ട്രത്തെ അപേക്ഷിച്ച്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വെട്ടിപ്പുകൾ, അതിൽ ബന്ധപ്പെട്ടവർ പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ നിശബ്ദത പാലിക്കുന്നത് ശരിയാണോ? ഭാര്യമാരെന്താ പറയുന്നത്, നിന്നെ 10 മാസം നൊന്ത് പ്രസവിച്ചവരാണ് ഞാൻ എന്നൊരു വാക്കുണ്ട്. അതിനകത്ത് എല്ലാം വിഷമിച്ചു പോകും. അച്ഛന് പറയുന്നില്ല. ഈ അമ്മ എന്ന് പറയുന്ന സ്ത്രീ 10 മാസമേ ചോന്നുള്ളൂ, ബാക്കി എല്ലാ കാലവും ചോക്കുന്ന അച്ഛനാ. അതാരും മനസ്സിലാക്കുന്നില്ല. എനിക്ക് ലക്ഷങ്ങൾ തരാനുള്ള ഒരു കക്ഷിയായിരിക്കെ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ എൻ്റെ രേഖയും ഇതെല്ലാം കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്ക തൊട്ട് നമസ്കരിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. എൻ്റെ നിറകണ്ണുകളോട് അവർ എൻ്റെ കണ്ണീര് വീണു. എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരാളാണ്, മോനെ ഞാൻ വിളിക്കുന്നു. ഞാൻ അയോധ്യയിൽ പോകാനായിട്ട് ഈ അടുത്ത കാലത്ത് തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു കൈലാസ യാത്ര, അയോധ്യ കാശിയൊക്കെ പോകണമെന്നൊരാഗ്രഹത്തിരിക്കുകയാണ്. പക്ഷേ ഇത് കേട്ടപ്പം പോലെ എൻ്റെ നെഞ്ച് തകരുകയാണ്.